എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു സാമ്പാറാണ് കേട്ടോ. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. കോളിഫ്ലവർ നമ്മൾ ആദ്യമേ വൃത്തിയാക്കി എടുക്കണം. അതിന് ശേഷം ഒരു ചരുവത്തിലേക്കിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് തിളപ്പിക്കണം. 5 മിനിറ്റ് തിളച്ചതിന് ശേഷം ഇത് കഴുകി വൃത്തിയാക്കി എടുത്ത് മാറ്റി വയ്ക്കണം കേട്ടോ. പിന്നീട് നമുക്ക് തുവരപ്പരിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ മൈസൂർ ഡാൽ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. അത് നമ്മൾ പ്രത്യേകം ഒന്ന് കഴുകി കുക്കറിലിട്ട് ഒന്ന് വേവിച്ച് വെക്കണം. പിന്നെ നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ സവാള വേണം. ഏകദേശം 2 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ തക്കാളിക്ക നിങ്ങളുടെ പുളിക്ക് ആവശ്യമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനത് 2-3 എടുത്തിട്ടുണ്ട്. പിന്നെ അതെല്ലാം ഒന്ന് അരിഞ്ഞ് വയ്ക്കുക. പിന്നീട് നമുക്ക് ഇതിലേക്ക് ഞാൻ പ്രത്യേകം അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനായി ചുവന്നുള്ളി, വെളുത്തുള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി, ലേശം ഉലുവാപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സിയിലൊന്ന് അരച്ചു കൊണ്ടുവരിക. ഒരു ലേശം വാളംപുളിയും കൂടെ അരയ്ക്കുക കേട്ടോ. അരയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ അങ്ങനെ വാളംപുളിയും കൂടെ ചേർത്ത് മിക്സിയിൽ അരച്ചുകൊണ്ട് വരിക. പിന്നീട് നമ്മൾ നേരത്തെ ഈ തയ്യാറാക്കി വെച്ച അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകൊക്കെ നമ്മൾ ഈ കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റുക. ഞാനിവിടെ ഇതുപോലെ നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നേരത്തെ നമ്മൾ മിക്സിയിൽ അരയ്ക്കാനുള്ള എല്ലാം അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുക ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. കോളിഫ്ലവർ നമ്മൾ കഴുകി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. 5 മിനിറ്റ് നമ്മൾ വേവിച്ചതിന് ശേഷം ഒന്നുകൂടെ ഒരു 3-4 വെള്ളത്തിലെങ്കിലും കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. മരുന്നൊക്കെ അടിച്ച് കെമിക്കലൊക്കെ അടിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. മഞ്ഞളിട്ട് തിളപ്പിക്കുന്നത്. പിന്നീട് നമുക്ക് ഈ അരപ്പ് നോക്കൂ. ഞാനിതിലേക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ തക്കാളിക്കായും കൂടെ ചേർത്ത് വഴറ്റിയതിന് ശേഷമാണ് ഞാൻ അരപ്പ് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നീട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ പരിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. പിന്നീട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു പാതി വെന്തിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഉപ്പ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എളുപ്പം ഇത് തയ്യാറാക്കാവുന്നതാണ്. ഉപ്പ് ഞാൻ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഉപ്പില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. പിന്നീട് ഞാനിതിലേക്ക് കുറച്ച് കായം പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ കടുകൊന്നും പ്രത്യേകം വറുത്തൊഴിക്കുന്നില്ല. കുറച്ച് കായം പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കുറച്ച് നേരം കൂടി ഒന്ന് തിളച്ചു നമ്മൾ പരിപ്പൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് കുറുകി ഒന്ന് നന്നായി വരും. അതുവരെ കണ്ടോ ഇപ്പം നല്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എനിക്ക് സാമ്പാർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിത് വീട്ടിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. വളരെ നല്ലൊരു റെസിപ്പിയാണ്. Thanks for watching.